കർണാടക വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് പരിശോധനയ്ക്കെത്തിയ കേരളത്തിന്റെ റവന്യൂ ഉദ്യോഗസ്ഥരെ കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞ് തിരിച്ചയച്ചു. കർണാടക വനം വകുപ്പിന്റെ കുടിയിറക്ക് നോട്ടീസ് ലഭിച്ച ചെറുപുഴ പഞ്ചായത്തിലെ മീന്തുള്ളി റവന്യൂവിൽ പരിശോധനയ്ക്കെത്തിയ ഡെപ്യൂട്ടി തഹസിൽദാരും താലൂക്ക് സർവേയറും ഉൾപ്പെടെയുള്ള സംഘത്തെയാണ് കർണാടകം തടഞ്ഞത്. പുളിങ്ങോം വില്ലേജിൽപ്പെട്ട പ്രദേശത്താണ് കർണാടകയുടെ കുടിയിറക്ക് ഭീഷണി നിലനിൽക്കുന്നത്. ഡെപ്യൂട്ടി തഹസീൽദാർ എച്ച് സഫിയുദ്ദീൻ, താലൂക്ക് സർവേയർ സതീഷ് ജോയ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് KV തമ്പാൻ, പുളിങ്ങോം വില്ലേജ് ഓഫീസർ KS വിനോദ് കുമാർ, വില്ലേജ് അസിസ്റ്റന്റുമാരായ M വിഷ്ണു, KE ഷറഫുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വ്യാഴാഴ്ച രാവിലെ 11:30 കർണാടക വനത്തിനും കാര്യങ്കോട് പുഴയ്ക്കുമിടയിലുള്ള മീന്തുള്ളി റവന്യൂവിൽ പരിശോധനയ്ക്കായി എത്തിയത്. ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെയുള്ള 13 കർഷക കുടുംബങ്ങൾക്ക് കർണാടക വനം വകുപ്പ് കുടിയിറക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MPയും പയ്യന്നൂർ MLA TI മധുസൂദനും ഇക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തു. തൻ്റെ ഇടപെടലിനെ തുടർന്ന് കുടിയിറക്ക് നീക്കം നിർത്തിവെച്ചതായി കർണാടകം അറിയിച്ചതായി രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രദേശവാസികളെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധനയ്ക്കെത്തിയത്. പുളിങ്ങോം വില്ലേജിലെ പഴയ ഭൂരേഖകളുമായാണ് സംഘം എത്തിയത്. 1 മണിക്കൂറോളം സമയം ഉദ്യോഗസ്ഥർ അതിർത്തിയിലെ കല്ലുകളും രേഖകളും ഒത്തുനോക്കി പരിശോധന നടത്തി. ഇതിനിടെ അതിർത്തിയിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പരിശോധന നടക്കുന്നതറിഞ്ഞെത്തിയ കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. Sir, which area ചോദിക്കേ? Where is your forest boundary? Forest boundary. Yeah, that one and 65 acre also. They are not enclosed this. No. 65 acre. This one is also 65 acre. Whatever the land is given to the that time. Okay. This also is a forest section area. It's also up to the river boundary. No. Not up to the boundary. This is our. Which one? This is our. That is survey number 124. Our record. In our record, there the subdivision 2 belong to the central government. Central government. There is no Karnataka forest. Just a bit. You only your document. തങ്ങളുടെ വനാതിർത്തിയിൽ പ്രവേശിക്കണമെങ്കിൽ DFIയുടെ അനുമതി വേണമെന്നും സംയുക്ത പരിശോധനയ്ക്ക് മാത്രമേ അനുവദിക്കൂ എന്നും പറഞ്ഞാണ് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. River is not the boundary. Not river boundary. River our fund is boundary. No. This is only what Subdivision 2 belongs to the central government. The land subdivision 2. Please. Not this. If in case river is river course change, it will be different. കുറച്ച് സ്ഥലങ്ങളിൽ നമ്മുടെ വരും, ബാക്കി നിങ്ങളുടെ സ്ഥലം തന്നെ. അത് കറക്റ്റ് തന്നെ. നമുക്ക് രണ്ടുപേരും കൂടെ ജോയിന്റ് സർവേ നടത്തിയിട്ട് കറക്റ്റ് അതിർത്തി ഫിക്സ് ചെയ്ത് കഴിഞ്ഞായിരുന്നു നിൽക്കുന്നത്. ബട്ട് ദാറ്റ് ഈസ് സ്ലീപ്പർ രജിസ്റ്റർ അണ്ടർ അവർ കസ്റ്റഡി. ദാറ്റ് ഈസ് നോട്ട് ഡെറ്റ് ഫ്രം എ സർവേ റെക്കോർഡ്. ബട്ട് ദാറ്റ് ഹാൻഡ് ഓവർ ടു Coorg on 1937. Okay. It's already that is correct. 1938 it also already reserve forest, notified as a reserve forest. But that is not direct our records. Okay. It is under custody of Kerala state, but hand over to you. It's already hand over and notified as a reserve forest itself in 1924. Coorg forest. Yeah. Okay. That is correct. We are doing our duty, not in our own. Not our problem. ഇതോടെ ഉദ്യോഗസ്ഥർ പരിശോധന നിർത്തി മടങ്ങി. ചെറുപുഴ പഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പർ CBM തോമസിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ താമസക്കാരും സ്ഥലത്തെത്തിയിരുന്നു. ഇവർ ഉദ്യോഗസ്ഥരോട് സ്ഥലത്തെ പരിശോധന തുടരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. ഇന്ന് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ ഉൾപ്പെട്ട ഈ ആറാട്ടുകടവ് പ്രദേശത്ത് ഈ പാലം കടന്ന് തുടങ്ങുന്ന കേരളത്തിൻ്റെ പ്രദേശത്ത് കേരളത്തിൻ്റെ റവന്യൂ വകുപ്പിൽ ഉദ്യോഗസ്ഥർ സർവേ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരുന്നു. ഏകദേശം സ്ഥലം മുഴുവൻ അന്വേഷിക്കുന്നതിനും അതിൻ്റെ അതിർത്തികൾ നിർണ്ണയിക്കുന്നതിനുമാണ് ഇന്ന് എത്തിച്ചേർന്നത്. എന്നാൽ ഇതിന് മുൻപുണ്ടായിട്ടുള്ളതുപോലെ തന്നെ ഇത്തവണയും കർണാടക വനം വകുപ്പ് അധികൃതർ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇത് തടസ്സപ്പെടുന്നതിനുള്ളൊരു ശ്രമമാണ് ഉണ്ടായത്. കേരളത്തിൻ്റെ സ്ഥലം കേരളത്തിന് അളക്കാൻ പറ്റാത്തൊരു കേരളത്തിൻ്റെ റവന്യൂ വകുപ്പിന് അളക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് നിലവിലുണ്ടായിട്ടുള്ളത്. എന്താണെങ്കിലും കേരളത്തിൻ്റെ സ്ഥലം കേരളത്തിന് തന്നെ കൈവശപ്പെടുത്തുന്ന രീതിയിലേക്ക് കർണാടകം കയ്യേറിയ ഈ കേരളത്തിൻ്റെ ഭൂമി കേരളത്തിന് അവകാശപ്പെട്ടതാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള അതിർത്തി നിർണ്ണയത്തിന് പോലും സാധിക്കുന്നില്ല എന്നുള്ളത് ഏറെ പ്രതിഷേധാർഹമാണ്. കേരളത്തിൻ്റെ സ്ഥലം കേരളത്തിന് അവകാശപ്പെട്ടത് സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും തുടരും. ഇന്ന് കർണാടക വനം വകുപ്പ് അധികൃതർ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് ഒരു സംയുക്ത പരിശോധനയ്ക്കാണ് തീരുമാനിച്ചിട്ടുള്ളത്. കണ്ണൂർ ജില്ലാ കളക്ടറും അതുപോലെ കർണാടകത്തിലെ കൂർഗ് ജില്ലാ കളക്ടറും ചേർന്ന് സംയുക്തമായിട്ട് പരിശോധന നടത്തി സ്ഥലനിർണ്ണയം
ഉൾപ്പെടെ കേരളത്തിൻ്റെ സ്ഥലം കേരളത്തിന് വിട്ടുകിട്ടുന്നതിന് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിർത്തിയിലെ തൽസ്ഥിതി സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് അറിയിച്ചാണ് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പുളിങ്ങോം. ഏട്ടാ വാവ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മോളെ വാവേ കണ്ടോ? ഇല്ല. ശോ, ഇവളത് എവിടെ പോയി? വാവേ, വാവാച്ചി, വാവേ, വാവേ, മോളെ, മോളെ, വാവാച്ചി, വാവാച്ചി, വാവാച്ചി. അമ്മേ, ഇടന്ന് വന്നോക്കേ. പൈതലും കൊതിക്കും താരാട്ടുപോലൊരു ലോകം. സോയോ, ദി അൾട്ടിമേറ്റ് ബാത്ത്വെയർ സൊല്യൂഷൻ.